ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് എൻ്റെ സബ്സ്ക്രൈബറായ മായ സത്യൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കുഞ്ഞിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം ദൈവം തരട്ടെ എന്ന് ആൻറ്റി പ്രാർത്ഥിക്കുന്നേ. അപ്പോൾ രാവിലെ കൊച്ചുങ്ങൾക്ക് കുടിക്കാനുള്ള കോഫി ഉണ്ടാക്കി വെച്ച്, പിന്നെ ഇഡലി ഉണ്ടാക്കാമെന്നും പറഞ്ഞായിരിക്കുന്നത്. മാവൊന്ന് ഉപ്പൊഴിച്ച് ഇട്ടിട്ടൊന്ന് ഇളക്കി ഇങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം 99 റുപ്പീസ് ആ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചില്ലേ, ഞാനത് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ള വീഡിയോ എടുക്കുകയും ചെയ്തു. ഞാനത് ഇന്നലെ ഇടണ്ടെന്നും പറഞ്ഞ് വീഡിയോ ഇത്തിരി ലെങ്ത് ആയതുകൊണ്ട് ഇന്നിടാമെന്നും പറഞ്ഞിരുന്നു. ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്തതെന്ന് തോന്നുന്നു. എനിക്കിതുപോലൊരു വിഷമമില്ല. ഇനിയും അത് വീണ്ടും വീഡിയോ എടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ ഇന്നലെ അത് കണ്ടു. ആ വീഡിയോ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഞാനത് ആഡ് ചെയ്തായിരുന്നു. എന്നിട്ട് ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്തില്ല. വെപ്രാളത്തിന് ഒരു കൈ ഒന്ന് പ്രസ് ചെയ്താൽ പോരെ, അത് ഡിലീറ്റ് ആവാനും എങ്ങനെ പോയാന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഞാനിങ്ങനെ എല്ലാ വീഡിയോയും മേളിലും താഴെ അങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമായിരുന്നു. അത് കിട്ടുന്നേ ഇല്ല. എന്തോ ചെയ്യാനാ, ഓരോ മനുഷ്യരുടെ വെപ്രാളം കൊണ്ട് ചെയ്ത വേലയാന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇഡലിയൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുന്നുണ്ടേ. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മുട്ട ബിരിയാണി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം എനിക്കിന്നിവിടെ ഇവിടെ ഒന്ന് ക്ലീനിങ്, തൂത്ത് തുടച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇങ്ങനെ ചോറും കറിയും വെച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് ഇത്തിരി സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ തട്ടിക്കൂട്ട് മുട്ട ബിരിയാണി ഉണ്ടാക്കുമ്പം കുഴപ്പമില്ലല്ലോ, അങ്ങനെ ചെയ്യാന്നുള്ള രീതിയായിരുന്നു. അതുപോലെ ഞാൻ ഇന്നലെ ബോട്ടിൽ കഴുകിയതിൽ കാര്യം പറഞ്ഞില്ലേ, അപ്പം പ്രസന്ന ഉണ്ണികൃഷ്ണൻ പറയുമായിരുന്നു, പ്ലാസ്റ്റിക് ആണെങ്കിലും കുപ്പി ആണെങ്കിലും പ്രസന്ന കഴുകിയെടുക്കുമെന്ന്. ചിലർ കഴുകിയെടുക്കും, കളയാൻ മനസ്സ് തോന്നത്തില്ല. ചിലരാണെങ്കിൽ പിന്നെ കളയും, പുതിയത് വാങ്ങിക്കും അവർ. ഞാനാണെങ്കിൽ ഇങ്ങനെ കഴുകിയെടുക്കും. ഇപ്പോൾ കൂടുതലും പ്ലാസ്റ്റിക് ഞാൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. കുറേശ്ശെ കുപ്പിയാക്കാമെന്ന് വെച്ച്. ഇന്നിപ്പോൾ കൊച്ചിനെ കൊണ്ടുവിടേണ്ടത് ഞാൻ കൊണ്ടുവിടാമെന്ന് വെച്ച്. മറ്റേതെന്നും റീച്ചാനാണ് കൊണ്ടുവിടുന്നത്. ഇന്നലെ റീച്ചാൻ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. റീച്ചാൻ ലേറ്റായിട്ട് വന്നാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്നും വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. റീച്ചാൻ വന്ന് കഴിച്ച് കിടന്ന ഒരു കിടപ്പ റീച്ചാൻ ഉറങ്ങും. പക്ഷേ ഞാൻ ഈ റീച്ചാൻ വരുന്നിടം വരെ ഇങ്ങനെ കുത്തിയിരിക്കുമല്ല, ഇങ്ങനെ കിടക്കും. നമുക്ക് ഉറക്കം വരത്തില്ല. വന്നു കഴിഞ്ഞാന്നേലും എനിക്കങ്ങോട്ട് പെട്ടെന്ന് ഉറക്കം വരത്തില്ല. കിടന്ന് കണ്ണിലൊന്ന് മയക്കം പിടിക്കുമ്പോഴത്തേക്കിന് നേരം വെളുക്കും. റീച്ചാൻ ഇന്നലെ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. കാരണം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കമ്പ്യൂട്ടർ സ്റ്റക്കായി, അങ്ങനെയൊക്കെ പ്രോബ്ലമായി, ആകെ സമയം പോയായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ച് കിടന്നുറങ്ങിക്കോട്ടെ, രാവിലെ ഞാനങ്ങ് കൊച്ചിനെ വിടാൻ പോകാം. നമുക്ക് ഉച്ചയ്ക്കാണെങ്കിലും ഒന്ന് ഉറങ്ങിയില്ലെങ്കിലും ഇച്ചിരി നടു നോക്കാമല്ലേ. പക്ഷേ ഇവരൊക്കെ ഉറങ്ങിയില്ലെങ്കിൽ റീച്ചാൻ അതൊരു പ്രശ്നമല്ല, പക്ഷേ എനിക്കതൊരു വിഷമമാണ്. ഇത്രയും വന്നിട്ട് ശരിക്കും ഉറക്കം കിട്ടിയില്ലെങ്കിൽ അതവർക്ക് അവിടെ ഓഫീസിൽ ചെന്നിട്ടും പ്രശ്നമല്ലേ. അപ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ട് റീച്ചാനെ വിളിച്ചില്ല, ഞാനാ കൊച്ചിനെയും കൊണ്ടൊന്ന് പോകണ്ടേ. അപ്പോൾ അതനുസരിച്ച് പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ മാറുവേണ്ട. നമ്മൾ ഈ രാത്രി മിക്കവാറും നൈറ്റി ഇട്ടല്ലേ കിടക്കുന്നത്, പിന്നെ അത് രാവിലെ അത് മാറുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടെല്ലാം ഒന്ന് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവനെ ഒന്ന് ഒരുക്കാൻ പോയി. അവൻ്റെ തലയൊക്കെ ചീവി കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ റീച്ചാൻ ഉള്ള സമയത്ത് റീച്ചാൻ അങ്ങ് തല ചീവി കൊടുക്കുമായിരുന്നു. അങ്ങനെ അവൻ്റെ ടിഫിനും തയ്യാറാക്കി. ഇനി ഞാൻ അവനെയും കൊണ്ട് പോട്ടെ. നേരം ചോദിച്ചു വെളുത്തിട്ടില്ല. അവനെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ തിരിച്ചു വരിക. എന്നിട്ട് വന്നിട്ടാണ് ഞാൻ റീച്ചാൻ ടിഫിൻ ഉണ്ടാക്കിയത്. റീച്ചാൻ ടിഫിൻ എന്ന് പറയാൻ ഇന്നലെ ഇവർ നൂഡിൽസ് വാങ്ങിച്ചില്ലേ, അന്നേരം റീച്ചാനൊക്കെ ബിരിയാണിയാണ് വാങ്ങിച്ചത്. അപ്പോൾ എക്സ്ട്രാ റൈസ് ഇത്തിരി വാങ്ങിച്ചു. അപ്പോൾ ആ റൈസ് എടുത്തില്ല, അതങ്ങനെ ഫ്രിഡ്ജ് വെച്ചിട്ട് റീച്ചാൻ പറഞ്ഞു എന്നാൽ രാവിലെ റീച്ചാൻ ഇങ്ങനെ അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് 2 മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ആ റൈസ് കൂടി ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. റീച്ചാൻ സാധാരണ ചപ്പാത്തിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് ഈ റൈസ് ഉള്ളതുകൊണ്ട് അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ റീച്ചാൻ്റെ ടിഫിനൂടെ ഒന്ന് തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇഡലി കഴിക്കാൻ പോയത്. അപ്പോൾ എനിക്ക് ഇഡലി ഇത്തിരി സാമ്പാറുണ്ടായിരുന്നു, അത് കൂട്ടിയ
അന്നത്തെ സാമ്പാറിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അത് കൂട്ടിയാണ് ഞാൻ ഇഡ്ഡലി കഴിച്ചത്. അപ്പോൾ തുണിയൊക്കെ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറും കറിയും വെച്ചില്ലേലും ബാക്കി ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്യണം. ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഇവിടെ എല്ലാം തൂത്ത് തുടയ്ക്കാമെന്ന് വെച്ച് മുറിയൊക്കെ. ആഴ്ച ഒരു ദിവസം ഹെർബൻ അല്ലെങ്കിൽ സ്നാപ്ഫിറ്റിൽ നിന്ന് നമ്മൾ വിളിക്കും ആൾക്കാരെ 1 മണിക്കൂർ വന്ന് ചെയ്യാനേ. അപ്പോൾ അവർ നന്നായിട്ട് തുടയ്ക്കുകയും എന്തുവാന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും അവരെയും കൊണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം ഞാനിങ്ങനെ തുടയ്ക്കും. അപ്പോൾ ഞാൻ മുട്ട ബിരിയാണിക്കുള്ള അതിനുവേണ്ടി സവാള ഒരു 3-4 സവാള വറുത്തിടാനും എടുക്കുന്നുണ്ട്, അല്ലാതെയും എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ മോടൊക്കെ ഒന്ന് കണ്ടിച്ചിട്ട് ആ കറുപ്പ് ഉണ്ടല്ലേ, ഇനി എത്ര വെള്ളത്തിയിട്ട് നന്നായി കഴുകിയാലേ ആ കറുപ്പ് പോകത്തുള്ളൂ. ഇന്നലത്തെ ഇത്തിരി മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് ഞാൻ തിളപ്പിച്ച് വെക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെക്കും. അപ്പം തീർന്നു, നാളത്തെ അരച്ചത് തീർന്നു. ഇപ്പം ഞാൻ വീണ്ടും കുറച്ച് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരയാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് അരയ്ക്കും, അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി ഓയിലൊഴിക്കും. എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി വിനാഗിരിയും ഒഴിക്കും. അധികം അരഞ്ഞില്ലെങ്കിൽ തന്നെ നോർമലി അരയുവാണെങ്കിൽ ഇതൊന്നും ചേർക്കത്തില്ല, അല്ലെങ്കിൽ ഇച്ചിരി വിനാഗിരി ഉപ്പൊക്കെ ചേർക്കും ഞാൻ. അപ്പോൾ അതൊന്ന് ഞാൻ അരച്ചെടുത്ത് ഞാൻ ബോട്ടിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്നത് സൺഡേയിൽ കഴിച്ചാൽ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ വില ഞാൻ പറയാമേ. ഇതാണ് മസാല, 20 രൂപ. അതിൻ്റെ അകത്ത് നേരത്തെയൊക്കെ 10 രൂപയും 5 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. ഇച്ചിരി കരിയാപ്പലയുണ്ട്, ഒരു 5-6 പച്ചമുളക്, ഈ ഒരു കഷ്ണം ഇഞ്ചി, ഇച്ചിരി മല്ലിയില. ഇത്രയുമാണ് 20 രൂപ. ഇത് 25 കാബേജ്, 1/2 കിലോ വെണ്ടയ്ക്ക 30, ബീൻസ് 30. ഇത് മിക്സ് ഭാജി എത്രയായിരുന്നു? മിക്സ് ഭാജി എത്രയായിരുന്നു? 60. ഇത് 1/2 കിലോ 20, മത്തങ്ങ 20. ടൊമാറ്റോ ഞാനൊരു തുണി ഇട്ടിട്ടെ ഇച്ചിരി നനവുണ്ടായിരുന്നേ, കിലോ 20 രൂപ. ഇച്ചിരി ചെറുതും ഇതായതുകൊണ്ടായിരിക്കാം. മധുരക്കിഴങ്ങ് ഞാൻ കാണിച്ചായിരുന്നു. മധുരക്കിഴങ്ങ് 2 കിലോ 60 രൂപ. പിന്നെ ഇതിപ്പോൾ ഇത്ര ഈ കൊണ്ടുവന്ന പച്ചക്കറി ഒരു ചപ്പാത്തിക്ക് മെഴുക്ക് പുരട്ടി ഒരു തോരനും ഒക്കെ ആകുമ്പോഴത്തേക്കും 2 ദിവസം കൊണ്ട് അതങ്ങ് തീരും. അപ്പം ഞാനിനി നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉരുളി വെച്ച് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഒരു 2 സവാള ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാനത് ഒറ്റ ട്രിപ്പിൽ അങ്ങ് വറുത്തെടുക്കുക, രണ്ടാക്കാൻ നിൽക്കുന്നില്ല. ഇവിടെ ഈ പിള്ളേർക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ ബിരിയാണി റൈസ് ഇങ്ങനെ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് പക്ഷേ അത്ര താല്പര്യമില്ല. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് ഇച്ചിരി ചോറുണ്ടായിരുന്നു, അതും ആ മീൻചാറും കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. സവാളയൊക്കെ ഞാനൊന്ന് വറുത്തെടുത്തിട്ട് അതിനിപ്പോൾ ഇങ്ങ് കോരിയെടുക്കട്ടെ. ഇന്നൊരു എന്നും ചെയ്യുന്ന രീതിയല്ല, വേറൊരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിങ്ങനെ ബിരിയാണി റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടുതലുണ്ടാക്കും, കാരണം എനിക്കറിയാം പിറ്റേ ദിവസം ഒരു ടിഫിൻ ഇവർക്ക് ഇത് വേണ്ടി വരുമെന്ന്. ഉള്ളിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഷഹജീര, 1 ജാതിപത്രി, പട്ട, 3 സ്റ്റാർ അനീസ്, 2 ഏലക്ക ഒന്ന് ചതച്ചത്, 4 ഗ്രാമ്പു, 2 ബേ ലീഫ്. ഇതിലേക്കൊരു 3 സവാളയും 3-4 പച്ചമുളക് കീറിയത്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്.
2-3 മീഡിയം സൈസിൽ ഉരുളൻകിഴങ്ങ്. ഇതിപ്പോൾ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ആദ്യം ഇച്ചിരി നേരം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ആ സവാളയും ഉരുളൻകിഴങ്ങും ഒക്കെ ഒന്ന് ആവിയിലൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. ഈ ഉരുളൻകിഴങ്ങും കൂടെ ചേർക്കുമ്പോഴാണ് റൈസിനൊരു നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കിയിട്ട് ഇനി ഇച്ചിരി നേരം ഒന്ന് തീ ഒന്ന് കുറച്ചിട്ട്, കാരണം ഈ പാത്രത്തിന് നല്ല ചൂടുണ്ടല്ലേ, ഒന്ന് തീ കുറച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഈ വലിപ്പത്തിലുള്ള 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഞാൻ കാഞ്ച ടൊമാറ്റോ ഇല്ലേ, അതുപോലെ 3 ടൊമാറ്റോ കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലോട്ട് ചേർക്കട്ടെ, നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഒരിച്ചിരി കളർ കിട്ടാം. ഇതിലൂടെ ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് ലാസ്റ്റിൽ ഉപ്പിടാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഉരുളൻകിഴങ്ങൊക്കെ ഇച്ചിരി ഒന്ന് വെന്തിട്ടുണ്ട്. ടൊമാറ്റോയൊക്കെ ഒന്ന് വഴന്ന് വന്നു. ഇനി ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഒരു 2.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ ഇതിൻ്റെ മസാലയുടെയൊക്കെ പച്ചമണം പോയി നല്ലൊരു മൂത്ത മണം വരുന്നിടം വരെ ഒന്ന് ചെറിയ തീയിലൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു 3.5 കപ്പ് അരിയാണ്. ഞാൻ കയ്യിൽ കിട്ടുന്ന പട്ടയും ഇതൊക്കെ ഇങ്ങെടുത്ത് മാറ്റുവാണ്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം ഞാൻ ഈ 3.5 ഗ്ലാസ് അരിയുടെ ഈ മസാലകളൊക്കെ പറഞ്ഞില്ല, ഇത്രയും മസാലകൾ ചേർത്തുണ്ടേ. പിന്നെ വേറൊരു കൂട്ടാൻ്റെ ആവശ്യം വരുന്നില്ല. നല്ല മസാലയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പൂള് പറഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു മമ്മി, മസാലയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു എന്ന്. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ആ വെള്ളം എടുത്തൊന്ന് ഇച്ചിരി ടേസ്റ്റ് നോക്കിയാണ് ഉപ്പ് കുറവാണ്, അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചില്ലേ ആ ഉള്ളി, അത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിയും കൂടെ ചേർത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരാറാണ് ഞാൻ റൈസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ആ ഉരുളൻകിഴങ്ങ് ചേർക്കുന്നതുകൊണ്ട് അത് നന്നായി വെന്തിട്ട് ആ ഉരുളൻകിഴങ്ങ് ആ ചോറിൻ്റെ കൂടെ ഇടയ്ക്ക് നമുക്ക് കഴിക്കുന്നുണ്ട്. നല്ലൊരു ഒരു മസാലയൊക്കെ അതിൻ്റെ അകത്ത് പിടിച്ചിരിക്കുമ്പോൾ ആ ഉരുളൻകിഴങ്ങ് കൂട്ടി ചോറ് കഴിക്കാൻ, ആ റൈസ് എടുത്ത് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ അതാണ്ട് ഇതിൻ്റെ അടിയിൽ ഒരു ഇച്ചിരി വെള്ളമുണ്ട്, മുകളിലെല്ലാം അങ്ങ് വെള്ളം വറ്റി അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. ഇനി ഞാൻ തീ ഏറ്റവും കുറച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോടെ കിടക്കും. 10 മിനിറ്റ് എന്ന് പറയാൻ മിനിറ്റ് ഞാൻ അങ്ങനെ പറയുന്നില്ല. എനിക്കൊരു 10 മിനിറ്റൊക്കെ ആകുമ്പം ആ അടിയിലത്തെ വെള്ളം അങ്ങ് വറ്റണം. വറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തീ ഓഫാക്കി ഇടുക ചെയ്യുന്നത്. അപ്പം പിന്നെ ആ ആവി വേകാൻ ബാക്കിയുണ്ടെങ്കിൽ ആ ആവി കിടന്ന് നന്നായി വെന്ത് വരും. അപ്പോൾ ആ അടിയിലെ വെള്ളം വറ്റുന്നിടം വരെ ഞാൻ ലോ ഫ്ലെയിമിലൊന്ന് ഇടുവാണേ. കാരണം ഈ പാത്രം നല്ല ചൂടായതുകൊണ്ട് ഓഫാക്കി ഇട്ടാലും അത് നന്നായിട്ട് ആ ചൂട് കൊണ്ട് റൈസ് വേവും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ആ ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ടിരുന്നു. ഇപ്പം ഞാൻ ആ നടുവൊന്ന് കുത്തി നോക്കുകയാണെങ്കിൽ വെള്ളമൊന്നുമില്ല. അപ്പം ഞാൻ ഈ മസാല എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൽ അണ്ടിപ്പരിപ്പോ കിസ്മിസോ ഒക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ വറുത്തിടാമേ. റൈസ് ഒന്നേലൊന്നേ ഇങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ലതായിട്ടിരിക്കുക. അഥവാ ഇപ്പോൾ ഇച്ചിരി വെറ്റ് പോലെ തോന്നുന്നുണ്ടെങ്കിലും അതൊരു അരമണിക്കൂർ കഴിഞ്ഞ് അത് തണുത്ത് വരുന്ന ഉടനെ നല്ല സെറ്റായിട്ടിരിക്കും. ഞാനിവിടെ സ്ഥിരം വാങ്ങിക്കുന്നത് ഷാഹി ബിരിയാണി മസാലയാണ്. ഇപ്രാവശ്യം വാങ്ങിച്ചത് വേറൊരു മസാലയാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വെളിയിൽ നിന്നൊക്കെ ഇവിടെ ഒക്കെ ഹോട്ടലിൽ നിന്ന് ഈ ബിരിയാണി വാങ്ങിക്കുമ്പോഴേ ആ മസാലയുടെ ഒരു മണമായിരുന്നു ഇപ്പോഴത്തെ മസാല. അതായത് ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. ഈ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ സൽമാൻ ഖാൻ, ആ പുള്ളിയുടെ പടമുള്ള ഒരു ബിരിയാണി മസാലയായിരുന്നു. അപ്പോൾ അതിനൊരു വേറൊരു പ്രത്യേക സ്മെല്ലായിരുന്നു. അപ്പം ഞാൻ ഉള്ളി കുറച്ചെടുത്ത് മാറ്റി വെക്കാൻ മറന്നുപോയി. എല്ലാം കൂടെ ഞാനങ്ങ് വെള്ളത്തിൽ ഇട്ടായിരുന്നു. അപ്പോൾ ഒരു ഇച്ചിരിയും കിട്ടി, അത് ഞാനിങ്ങനെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാനിട്ടതാണ്. അപ്പം നമ്മുടെ മുട്ട ബിരിയാണി റെഡിയായി. ഞാൻ ഇതിൻ്റെ കൂടെ പപ്പടം പൊള്ളിക്കുന്നുണ്ട്, പിന്നെ അച്ചാറുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.